സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പുലിമുരുകൻ്റെ തമിഴ് പതിപ്പ് മികച്ച അഭിപ്രായത്തോടെ പ്രദർശനം തുടരുകയാണ്. മലയാളത്തിൽ റെക്കോർഡുകൾ വാരിക്കൂട്ടിയ പുലിമുരുകന് മികച്ച ഓപ്പണിംഗ് ആയിരുന്നു തമിഴിൽ ലഭിച്ചത്. പ്രതീക്ഷിച്ചതിലും മികച്ച വരവേൽപ്പ് ഈ മോഹൻലാൽ ചിത്രത്തിന് തമിഴിൽ ഉണ്ടായി. 305 തിയേറ്ററുകളിലായി ഒരു അന്യഭാഷാ ചിത്രത്തിന് ലഭിക്കുന്ന മികച്ച വരവേൽപ്പായിരുന്നു പുലിമുരുകന് കിട്ടിയത്. ആദ്യ ദിനങ്ങളിൽ പുലിമുരുകന് മികച്ച കളക്ഷൻ ബോക്സ് ഓഫീസിൽ നേടാനായി. ജൂൺ 16 വെള്ളിയാഴ്ച റിലീസ് ചെയ്ത ചിത്രം ഇപ്പോൾ 2ാം വാരത്തിലേക്ക് കടക്കുകയാണ്. മഞ്ജിമ മോഹൻ വിക്രം പ്രഭു ടീമിൻ്റെ ക്ഷത്രിയനേക്കാൾ മികച്ച ആദ്യദിന കളക്ഷനാണ് പുലിമുരുകന് ലഭിച്ചത്. എന്നാൽ ഇപ്പോൾ പുലിമുരുകനെ പിന്നിലാക്കി ക്ഷത്രിയൻ മുന്നിലെത്തി. 305 തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത് 2ാം വാരത്തിലേക്ക് കടക്കുമ്പോൾ ഇതിൽ 286 തിയേറ്ററുകളിലും പുലിമുരുകനെ നിലനിർത്തിയതും നേട്ടമായി. ചെന്നൈ സിറ്റിയിൽ നിന്നും മാത്രം ചിത്രം 17 ലക്ഷം രൂപയ്ക്ക് അടുപ്പിച്ച് നേടിയതായാണ് റിപ്പോർട്ടുകൾ. പുലിമുരുകൻ്റെ 4 ദിവസത്തെ കളക്ഷൻ 3 കോടിക്ക് അടുത്തെത്തിയെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത്. വരും ദിവസങ്ങളിലും ഇതേ കളക്ഷൻ ചിത്രത്തിന് നേടാനാകുമെന്നാണ് സൂചനകൾ. എന്നാൽ മറ്റ് ചിത്രങ്ങളുടെ റിലീസ് പുലിമുരുകന് ഭീഷണിയാകും. റിലീസിംഗിൽ ഒപ്പം മത്സരിക്കാൻ തമിഴിലെ വമ്പൻ താരങ്ങളിലെ ചിത്രങ്ങൾ ഇല്ലായിരുന്നെങ്കിലും ഇതിന് അതായിരിക്കില്ല അവസ്ഥ. ജയൻ രവി, സിംബു തുടങ്ങിയ തമിഴിലെ യുവതാരങ്ങൾ മോഹൻലാലിനൊപ്പം ഈദിന് തമിഴ് ബോക്സ് ഓഫീസിൽ ഏറ്റുമുട്ടും. എന്താണേലും ഒരു ഡബ്ബിംഗ് ചിത്രത്തെ സംബന്ധിച്ചിടത്തോളം മികച്ച നേട്ടമാണ് പുലിമുരുകൻ തമിഴിൽ നേടിയിരിക്കുന്നത്. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക് യു.